മൂൺ എർത്തിന്റെ അടുത്ത് എത്തിയതുകൊണ്ട് മൂൺ പതിയെ ഡിസ്ട്രോയ് ആകാൻ തുടങ്ങുന്നു. ഈ സമയം മൂണിൽ നിന്നും വരുന്ന പാർട്സ് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമിയിലെ എല്ലാവരും തന്നെ ഇല്ലാതാകും. ഇത് എതിർത്ത് നിൽക്കാൻ നേഷൻസിലുള്ള എല്ലാ കാഗേഴ്സും റെഡിയായിരിക്കും. ഹിഡൻ ക്ലൗഡ് വില്ലേജിൽ ചാക്ര കാനോൺ വെപ്പൺ വെച്ച് റെഡിയായിരിക്കും. ഹിഡൻ സാൻഡ് വില്ലേജിൽ ഗാറയാണെങ്കിൽ ഗാറയുടെ ആ ഒരു സാൻഡ് ഷീൽഡ് വെച്ച് എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ ചന്ദ്രന്റെ ഒരു വലിയ ഭാഗം ലീവ് വില്ലേജിനെ നോക്കി വരാൻ തുടങ്ങുന്നു. ഈ സമയം നറൂട്ടോ ടൊണാരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. ഇത് തടയാൻ വേണ്ടി ലീവ് വില്ലേജും പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു വലിയ ഭാഗം നമ്മുടെ ലീവ് വില്ലേജിൽ എത്തിയപ്പോൾ റോക്ലിയും ടീമും 6 ഗേറ്റ് ഓപ്പൺ ചെയ്തു. അതിന്റെ പകുതി മാത്രമേ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ പകുതി ഭാഗം വില്ലേജിൽ വീണ് എല്ലാം അവസാനിച്ചു എന്ന് കക്കാഷി വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു സൗണ്ട് മാത്രമേ കേൾക്കുകയുള്ളൂ. ഒരടിയിൽ തന്നെ മുഴുവനായും അത് ഡിസ്ട്രോയ് ചെയ്യും. ആ ഒരു സൗണ്ട് തന്നെ ധാരാളമാണ് ഈ ഒരു ക്യാരക്ടർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ.